മീഡിയാസിലേക്ക് സ്വാഗതം. നോർത്ത് ഇന്ത്യയിൽ മാർക്കോ ആളിക്കത്തുന്നു. ഇതാണ് സിനിമ, ഇതായിരിക്കണമെടാ സിനിമ എന്ന് പറയുന്ന ലെവലിലാണ് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയിരിക്കുന്ന മാർക്കോ ഹിന്ദിയിലെ അരങ്ങ് തകർക്കുന്നത്. ഒരു രക്ഷയുമില്ലാതെ കൊടൂരമായ ഒരു വാഴ്ച തന്നെ അവിടെ നേടുകയാണ്. ഒരു രക്ഷയുമില്ല എന്ന് പറഞ്ഞാൽ ഹിന്ദി സിനിമകളെ ഓടിച്ചു വിട്ടുകൊണ്ട് തിയേറ്റർ പിടിച്ചെടുക്കുന്ന ആ ഒരു കാഴ്ച. മാർക്കോ കൊടുങ്കാറ്റിൽ നോർത്ത് ഇന്ത്യ ആളിക്കത്തുകയാണ്. ഇന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാം, 200 കോടി ഈ സിനിമ തൂക്കും. യാതൊരു സങ്കോചവുമില്ലാതെ ധൈര്യമായിട്ട് തന്നെ പറയാം. അമ്മാതിരി പ്രകടനമാണ് സിനിമ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന ആ ഒരു സംഖ്യയിലേക്ക് എത്താൻ എല്ലാവരും ഒന്ന് സഹകരിക്കണം എത്രയും പെട്ടെന്ന്. ജനുവരി 1 നമ്മൾ ഒരു മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ദിവസം, ഒരു സന്തോഷകരമായ ദിവസം. അന്ന് മാർക്കോയും ഗംഭീരമായിട്ട് എത്തണം, നമുക്കും 50,000 സബ്സ്ക്രൈബേഴ്സ് കഴിയണമെന്നുള്ള മോഹം. നിങ്ങളെല്ലാവരും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് മാർക്കോയുടെ വിശേഷങ്ങളിലേക്ക് വരാം. മാർക്കോ ബോക്സ് ഓഫീസിൽ തീയായി മാറുകയാണ്. അതായത് ഇന്ത്യ ഒട്ടുക്കാകെ വിദേശത്തും ഒക്കെയായിട്ട് അമ്മാതിരി കൊലത്തൂക്ക് തൂക്കുമ്പോൾ ഏറ്റവും സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നുന്ന ഹിന്ദി മേഖലയാണ്. ഇന്ന് വരെ ഹിന്ദി മേഖലയിൽ ഒരു മലയാള സിനിമയ്ക്ക് ഒന്നുമാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ മാർക്കോ എത്തുമ്പോൾ അതെല്ലാം പൊളിച്ചടുക്കി റെക്കോർഡ് തൂക്കുകയാണ്. ഒരു ദിവസം 1 കോടിക്ക് മുകളിൽ കളക്ഷൻ വരുന്ന ആദ്യ മലയാള സിനിമയായി വരുന്നു. അത് നമുക്ക് ഒരുപാട് കഥകളിലൂടെ നമ്മൾ പറഞ്ഞു പോയി, ആദ്യ ആഴ്ചകളിലെ കാര്യങ്ങളൊക്കെ. അതെ, ആദ്യ 10-9 ദിവസങ്ങളിൽ സിനിമ നേടിയിരുന്നത് ഏകദേശം 1.5 കോടിക്ക് മുകളിലാണെങ്കിൽ 10-ാം ദിവസം സിനിമയ്ക്ക് കളക്ഷനായി വന്നിരിക്കുന്നത് 98 ലക്ഷത്തിന് മുകളിൽ. 1 കോടി എന്ന് തന്നെ പറയാം. അതായത് 2 കോടി 25 ലക്ഷമാണ് സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ. ആദ്യമായിട്ട് ഒരു മലയാള സിനിമ അങ്ങനെ എത്തുന്നു. അതൊന്നുമല്ല ഇവിടെ വലിയ കാര്യമായിട്ട് നമ്മൾ പറയുന്നത്, അതൊക്കെ നമുക്ക് സിമ്പിൾ എന്ന് തന്നെ പറയാം. ഇനിയും ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരാം. സിനിമ ഇന്ന് ഓടാൻ പോകുന്നത് 1200-ന് മുകളിലുള്ള ഷോകളാണ്. അതാണ് നമ്മളെ ഏറ്റവും രസകരമായി തോന്നുന്നത്. ഇന്നലെ 500 ഷോകൾ ആഡ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് 650 ഷോകൾ കൂടുതൽ ആഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ന് ഞായറാഴ്ചയല്ല, തിങ്കളാഴ്ചയാണ് കേട്ടോ, അത് മറക്കണ്ട എന്നും കൂടെയാണ്. ആകെ കൺഫ്യൂഷൻ ആകുന്ന പോലെ. അതായത് ഞായറാഴ്ചയാണോ തിങ്കളാഴ്ചയാണോ? മാർക്കോ ഹിന്ദി പ്ലേ ചെയ്തിരുന്നത് 590 ഷോകളായിരുന്നെങ്കിൽ ഇന്നലെ നമ്മൾ കണ്ടു എക്സ്ട്രാ ഷോസ് 250 എണ്ണം ആഡ് ചെയ്യുന്ന. അതും പ്രമാണിച്ച് ഇന്ന് അവർ 650-ന് മുകളിലുള്ള ഷോകൾ, 650 അല്ല 650-ന് മുകളിലുള്ള ഷോകൾ കൂടി ഹിന്ദി മേഖലയിൽ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഏറെക്കുറെ 1200 ഷോകളാണ് ഇപ്പോൾ റെഗുലർ ഷോസ് ആയിട്ട് എത്തുന്നത്. ഇന്നും എക്സ്ട്രാ ഷോസ് ഉണ്ടാകും. ആ എക്സ്ട്രാ ഷോസിൻ്റെ അയ്യരുകളി ഉണ്ടാകട്ടെ എന്ന് തന്നെ പറയുന്നു. ഡൽഹിയിൽ മാത്രമായിട്ട് 90-ന് മുകളിലുള്ള ഷോകളാണ് ഇന്ന് ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ബോക്സ് ഓഫീസിൽ കൊടുങ്കാറ്റ് എന്ന് തന്നെ പറയാം. ആ രീതിയിൽ തന്നെയാണ്. ഇനിയും സിനിമയ്ക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 ദിവസത്തിന് മുകളിൽ സിനിമയ്ക്ക് വേറെ ഒരു സിനിമ പോലും ഇല്ല ഹിന്ദിയിൽ. അമ്മാതിരി ഒരു ഓപ്പണിംഗ് ആണ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഗംഭീരമാക്കുന്നു സിനിമ. അതേപോലെ ജനുവരി 1-ന് തെലുങ്ക് എത്തുന്നു, ജനുവരി 3-ന് തമിഴ് എത്തുന്നു. അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് സിനിമ 200 അല്ല 200-ന് മുകളിലേക്ക് പോകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാലും നമ്മൾ അത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. എന്നാലും ഒരു വലിയ കടന്നു പോകണ്ട എന്ന് പറഞ്ഞ് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് സിനിമ 200 കോടി സിമ്പിളാണ്. ഒരു പക്ഷേ 200 അല്ല, ഇതിന് മുകളിലേക്ക് പോകും എന്നുള്ളതാണ്. ആദ്യ ദിനം 35 സ്ക്രീനുകളിൽ നിന്ന് തുടങ്ങി 7-ാം ദിവസം 140 സ്ക്രീനുകളിലും, 8-ാം ദിവസം 200-ന് മുകളിലുള്ള സ്ക്രീനുകളിലും, 9-ാം ദിവസം 300-ന് മുകളിലുള്ള സ്ക്രീനുകളിലും എത്തിയ സിനിമ 10-ാം ദിവസമായപ്പോൾ 600-ന് മുകളിലുള്ള സ്ക്രീനുകളിലും, 11-ാം ദിവസം 1000-ന് മുകളിലുള്ള സ്ക്രീനുകളിലും എത്തി. ഇനി 12-ാം ദിവസം അത് 2000 ആകുമോ എന്നുള്ള ചോദ്യമാണ്. നമുക്കറിയാം ഈ ഒരു അടുത്ത 10 ദിവസത്തിനുള്ളിൽ സിനിമ 5000-ന് മുകളിലുള്ള ഷോകൾ അല്ലെങ്കിൽ സ്ക്രീനുകളിലേക്ക് എത്തും. ഒരു സംശയവും ഇല്ല എന്ന ഉറപ്പിച്ച് തന്നെ പറയാം, അത്ര ധൈര്യത്തോടെ പറയാമെന്ന് തന്നെയാണ്. എന്തായാലും മാർക്കോ തരംഗമാകുന്നു. തരംഗം എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്ക് എങ്ങനെയാണ്, ഒരു കൊടുങ്കാറ്റിന് മുന്നിൽ നമ്മൾ നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. അതെ, ഹിന്ദിയിൽ കൊടുങ്കാറ്റ് അടിച്ചിരിക്കുകയാണ്. അതിൽ പിടിച്ചു നിൽക്കാൻ ഹിന്ദി സിനിമകൾക്ക് പറ്റുന്നില്ല. അവിടുത്തെ കളക്ഷൻ കുറവായതുകൊണ്ട് പല ഹിന്ദി സിനിമകളും മാറ്റി ഉണ്ണി മുകുന്ദൻ്റെ സിനിമയ്ക്ക് തിയേറ്റർ കൊടുക്കുന്ന ഒരു ഗംഭീര സംഭവം ഓരോ മലയാളിക്കും അഭിമാനിക്കാം. കാരണം ഹിന്ദി മേഖലയിലുള്ള മലയാള സിനിമയുടെ കടന്നുകയറ്റം ഇതൊരു വ്യക്തിയുടെയോ ഒരു സിനിമയുടെയോ മാത്രമല്ല, മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന ഗംഭീര ഓപ്പണിംഗ് ആണ്. പലരും വഴിവെട്ടി വന്നവന്മാരാണ്, ഇപ്പം മണ്ണുപണിക്ക് പോകുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ഉണ്ണി മുകുന്ദനെ പോലെയുള്ള നടന്മാർ വഴിവെട്ടിയൊന്നുമല്ല, അവർ സിനിമയ്ക്ക് വേണ്ടി തന്നെ ഇറങ്ങുന്നു, അവർ അങ്ങോട്ട് പോകുന്നു. അവർ ഉണ്ടാക്കിയ വഴിയിലൂടെ നമുക്കും മുന്നോട്ട് പോകാം എന്ന് തന്നെ പറയാം. മലയാള സിനിമയ്ക്ക് മുന്നോട്ട് പോകാം. ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും തെളിച്ച വഴികൾ, അതേപോലെ വീണ്ടും മറ്റൊരാൾ കൂടി വരുന്നു, അത് ഉണ്ണി മുകുന്ദൻ. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. തീർച്ചയായും സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ ഒന്ന് 50,000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് എത്തിക്കണം. ഗ്രേറ്റ് മീഡിയാസ്.